ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. നാളെ വരമഹാലക്ഷ്മി വ്രതവും പൗർണമി തിഥിയാണ്. ഇത് വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. ഓസ്പീഷ്യസ് ഡേ. നമ്മളുടെ കുടുംബത്തില് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും യശസ്സും ഒക്കെ കൊണ്ടുവരാൻ നമുക്ക് ഭഗവതിയോട് പ്രാർത്ഥിക്കേണ്ട ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം. അപ്പൊ നാളെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വർഷക്കാലത്തേക്കുള്ള ഐശ്വര്യം നിങ്ങൾ തന്നെ കണ്ടറിയും. എന്തൊക്കെയാണ് ഇതിനായിട്ട് ആവശ്യമുള്ളതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് മഞ്ഞക്കടുകാണ്. ധനം, വെൽത്ത് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ മഞ്ഞക്കടുക്. ഇത് ഐശ്വര്യത്തിന്റെ അടയാളമാണ്. അടുത്തത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞളാണ്. മഞ്ഞള്, പച്ചമഞ്ഞള് ഇപ്പൊ നമ്മുടെ പറമ്പിലൊക്കെ തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. ഇല്ലാത്തവർക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാം. പച്ചമഞ്ഞൾ വാങ്ങിക്കുക. ഇത് 3 കൊമ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ളത് ഒരു സിൽവറിന്റെ നാണയം. സിൽവറിന്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം ആയാലും ഓക്കെ. മൂക്കുത്തിയോ അല്ലെങ്കിൽ റിങ്ങോ നിങ്ങളുടെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ ഇതുപോലൊരു കോയിൻ. ഇത് ഒരുപാട് പൈസയൊന്നും ആവില്ല. നിങ്ങൾക്ക് ജ്വല്ലറിയിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു നാണയം വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഈ 3 കാര്യങ്ങളുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് ആദ്യം ഈ മഞ്ഞ കടുകുണ്ടല്ലോ, ഒരു നാഴിയും കൂടി വേണം കേട്ടോ. ഒരു നാഴി അല്ലെങ്കിൽ പറ. ഇത് ഞങ്ങളിവിടെ ഒരു നാഴിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു നാഴിയോ അല്ലെങ്കിൽ പറയോ എടുക്കുക. കുറച്ച് വലിപ്പം ഉണ്ടാവണം, തീരെ ചെറുതാവാൻ പാടില്ല. ഇനി നമുക്ക് ഈ നാഴിയിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ വിളക്ക് കത്തിച്ചതിന് ശേഷം ഈ നാഴി ഒന്നുകിൽ ഒരു ഇലയുടെ മുകളിലോ അല്ലെങ്കിൽ ഒരു താലത്തിലോ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇതിലേക്ക് ഈ മഞ്ഞക്കടുക് ഇട്ടു കൊടുക്കുക. ഇതിങ്ങനെ കുറച്ച് ഹാഫ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ മഞ്ഞള്, ആ 3 കമ്പും അതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ബാക്കി ഇതിനെ വീണ്ടും ഫില്ല് ചെയ്യാം. മഹാലക്ഷ്മി. ഇനി നമുക്കിതിലേക്ക് ഈ സിൽവറിന്റെ കോയിൻ ഇറക്കി വെക്കാം. അത് ഉള്ളിലിരുന്നോട്ടെ. അഗെയിൻ ഇതിന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നാഴി ഫുള്ളായി. ഇങ്ങനെ ഇതിനെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ഭഗവതിയുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളുടെ പൂജ കംപ്ലീറ്റ് ചെയ്യുക. ഇത് ഒരു വർഷക്കാലത്തേക്ക് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. അടുത്ത വരമഹാലക്ഷ്മി വ്രതം വരുന്നവരെ അല്ലെങ്കിൽ അടുത്ത ചിങ്ങമാസം വരുന്നത് വരെ ഈ നാഴി നിങ്ങളുടെ പൂജാമുറിയിൽ പറ്റുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് മൂലയിലാണ്. അതായത് ഈശാന കോണിൽ വെക്കുന്നതാണ് ഉത്തമം. അവിടെ പൂജാ റൂമുള്ളവർക്ക് അവിടെ വെക്കാം. അതല്ലാത്തവര് അവിടെ ശുദ്ധമാക്കി വെച്ചിട്ട് ഒരു പട്ടൊക്കെ വിരിച്ച് അതിന്റെ മുകളിൽ ഈ നാഴി വെക്കുക. ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ജയ ശ്രീ രാധേ രാധേ.